ബലാത്സംഗം ചെയ്ത സുവിശേഷകൻ അറസ്റ്റിലായിരിക്കുന്നു. രോഗശാന്തി ശുശ്രൂഷ നൽകാമെന്ന പേരിൽ പീഡിപ്പിച്ചെന്നാണ് പരാതി. ഇയാൾക്കെതിരെ പീഡനാരോപണവുമായി വേറെയും സ്ത്രീകൾ രംഗത്ത് വന്നു. കുഞ്ഞുമോൻ പാസ്റ്ററുടെ കളികൾ. ഇടുക്കിയാണ്, ഏലത്തോട്ടമാണ്, നല്ല തണുപ്പാണ്, പുതപ്പോ അല്ലെങ്കിൽ കൂടെ ആരെങ്കിലും കെട്ടിപ്പിടിക്കാനില്ലാതെ കിടക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ മനസ്സിലാക്കാം. പക്ഷേ ഇദ്ദേഹം ഒരു പാസ്റ്ററാണ്. പൊതുവെ പാസ്റ്റർമാരെ എനിക്ക് അങ്ങനെ വെറുപ്പുള്ള കൂട്ടത്തിലൊന്നും അല്ല. പാസ്റ്റർമാരിൽ ഒരുപാട് പേര് നല്ല ആൾക്കാരുണ്ട്. ഈ പാസ്റ്റർമാരെ സംബന്ധിച്ച് എനിക്ക് തോന്നിയൊരു കാര്യം, ഇവർ വലിയ ഒരു സെമിനാരിയിലും അങ്ങനെയൊന്നും പോകുന്നില്ലെങ്കിലും പാസ്റ്റർമാർക്ക് വലിയ ഈ ബൈബിളിൽ ജ്ഞാനമുണ്ട്. പല പാസ്റ്റർമാർക്കും നമ്മുടെ ഈ പള്ളിയിലെ അച്ഛന്മാരെക്കാളുമൊക്കെ ബൈബിളിൽ വലിയ ജ്ഞാനമുള്ളവരാണ്. ബൈബിൾ കൈകൊണ്ടെടുക്കാതെ ഏതാണ്ട് 1 മണിക്കൂറോളം ഒരു പാസ്റ്റർ അബുദാബിയിൽ വെച്ച് പ്രസംഗിച്ചാണ്ട് ഞാൻ അന്തം വിട്ടിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ബൈബിൾ തൊട്ടിട്ടില്ല. 1 മണിക്കൂർ ആ ബൈബിളിലെ ഓരോ വചനങ്ങളും ഓരോ ഓരോ സെൻറ്റൻസുകളും വളരെ വ്യക്തമായി കാണാതെ പറയുന്നു. സോ അത്തരം പാസ്റ്റർമാരൊക്കെ ഉണ്ട്. അവരെയൊക്കെ നമുക്ക് കണ്ടില്ലെന്ന് അടിച്ചുകൂടാ. എന്നാൽ ഇവിടെ ഈ പാസ്റ്റർ ചെയ്തിരിക്കുന്നത് സുവിശേഷ വേലയുടെ മറവിൽ നിരവധി സ്ത്രീകളെ പീഡിപ്പിച്ചിരിക്കുന്നു. ഇതാദ്യമായിട്ടുള്ള കാര്യമല്ല. പാസ്റ്റർ മാത്രമല്ല, മുസ്ലിയാർമാർ ചെയ്യുന്നുണ്ട്. മുസ്ലിംമാർ കൊച്ചുകുട്ടികളെ, ആൺകുട്ടികളെ അടക്കം പീഡിപ്പിക്കുന്നുണ്ട്. സ്വാമിമാരായി വേഷം കെട്ടി സ്വാമിമാർ പീഡിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആദ്യത്തെ സംഭവമല്ല. അപ്പോൾ ഇത്തരം ആൾക്കാരെയാണ് നമ്മൾ ഈ സമൂഹത്തിൽ നിന്നും ഇല്ലായ്മ ചെയ്യേണ്ടത്. കാരണം ഇവരൊരു സാധാരണ രീതിയിൽ ജീവിക്കുന്നവരാണെങ്കിൽ നമുക്ക് ഇത്രയും അരിശം ഉണ്ടാകത്തില്ല. ഈ പാസ്റ്ററെ സംബന്ധിച്ച് ഇയാൾ രോഗശാന്തി ശുശ്രൂഷയ്ക്കായിട്ട് പോയിട്ട് ആണ് ഈ കളികൾ നടത്തിയേക്കുന്നത്. അതായത് വെയ്യാതെ കിടക്കുന്ന ഒരു സ്ത്രീയെ ചൂഷണം ചെയ്ത് അവരെ പ്രാർത്ഥിച്ച് സുഖപ്പെടുത്താമെന്ന് പറഞ്ഞ് ബൈബിൾ എടുത്തുകൊണ്ട് പോയതിനു ശേഷം അവരെ ഉപയോഗിച്ചു എന്നുള്ളതാണ് കേസ്. ഒന്നല്ല, ഒന്നിൽ കൂടുതൽ ആൾക്കാരെ ഉപയോഗിച്ചിട്ടുണ്ട്. മോശക്കാരനല്ല. ഏറ്റവും ഒടുവിൽ പിടിക്കപ്പെട്ടു എന്നുള്ളതാണ് വാസ്തവം. പൂർണ്ണമായും അന്ധത ബാധിച്ച ഒരു സമൂഹം. ഏത് കാര്യത്തിലും അന്ധത നമുക്ക് പാടില്ല. ഈ ഒരു പാസ്റ്ററെക്കുറിച്ച് കുറച്ചു കാലം മുമ്പ് അവരുടെ സഭയിൽ ഒരുപക്ഷെ ആരെങ്കിലും ഒന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞാൽ ആ സൂചിപ്പിച്ചവനെ ഗെറ്റൗട്ടടിക്കും, അവനെ തള്ളക്കി വിളിച്ച് പുറത്താക്കും. ഇപ്പോഴെന്താണ് അവസ്ഥ? അതാണ് ഈ അന്ധതയെന്ന് പറയുന്നത്. അതായത് വെളുത്തെല്ലാം പാലല്ല എന്ന് പറയുന്ന കണക്ക് ഈ ഒരു പാസ്റ്റർ ഇത്തരം പരിപാടികൾ ഒരുപാട് കാലം മുമ്പേ തുടങ്ങിയതായിരിക്കും. ഒരുപാട് പേരോട് ഈ ഒരു അപ്രോച്ച് നടത്തിയിട്ടുണ്ടാവും, ഈ ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടാവും, ഒരുപാട് പേരെ പീഡിപ്പിച്ചിട്ടുണ്ടാവും. ഏറ്റവും ഒടുവിലാണ് സഹിയിട്ട് ആൾക്കാർ പരാതി കൊടുക്കുകയും പിടിക്കപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഇനി സംഭവിക്കാൻ പോകുന്നത്, ഇവൻ ഈസിയായിട്ട് ജാമ്യത്തിൽ ഇറങ്ങി വരും, വീണ്ടും ഇവൻ ബൈബിൾ എടുത്ത് സുവിശേഷകനായിട്ട് ഇങ്ങനെ നടക്കും. അത് തന്നെയാണ് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ ദോഷം. നമ്മുടെ സമൂഹത്തിൽ ഈ അന്ധമായ ജനങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഈ ഒരു പാസ്റ്റർ എന്ന് പറയുന്ന ഈ നാറ് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇനി ബൈബിൾ എടുക്കാൻ പാടില്ല. എടുക്കാൻ ജനങ്ങൾ അനുവദിക്കരുത്. കാരണം അവനത് അർഹനല്ല. അവനൊരു സാധാരണപ്പെട്ട മനുഷ്യനാണ്. വികാരത്തിൻ്റെ പുറത്തെ പോലെ കളിക്കാൻ പോയിരുന്നെങ്കിൽ നമുക്ക് ക്ഷമിച്ചേക്കാം. മനുഷ്യനാണ്. ഇവനൊരു പാസ്റ്ററാണ്. പിന്നെ ആൾക്കാരോട് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താണ്? വ്യഭിചാരം പാപമാണെന്നാണ്. ബൈബിൾ എടുത്ത് കെട്ടിപ്പിടിച്ച് വെച്ചുകൊണ്ട് ഈ രീതിയിൽ വ്യഭിചരിക്കാൻ അവന് ധൈര്യം കൊടുക്കുന്ന ആരാണ്? ഏതെങ്കിലും തരത്തിൽ ഇവൻ ദൈവവിശ്വാസിയാണോ? ദൈവത്തെ ഭയമുണ്ടെങ്കിൽ, ദൈവം ഉണ്ടെന്നെങ്കിൽ ഇവൻ ഉറപ്പുണ്ടെങ്കിൽ ഇവൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യും. ഇവനാണ് ഏറ്റവും വലിയ യുക്തിവാദി. ഇവൻ ദൈവത്തെ വിശ്വസിക്കുന്നില്ല. ദൈവഭയം ഉണ്ടെങ്കിൽ ഇവനിത് ചെയ്യും. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഈ സഭയിലെ മറ്റുള്ള ആൾക്കാർക്കില്ലേ? ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം, വേറൊരു വീഡിയോയിൽ ഞാൻ കണ്ടത്, ഈ പാസ്റ്റർക്ക് വേണ്ടി സംസാരിക്കാൻ ആ സഭയിൽ ഇപ്പോഴും ആൾക്കാരുണ്ട്. പാസ്റ്റർ അങ്ങനെ ചെയ്യത്തില്ല, നല്ല പാസ്റ്ററാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. അത്ര അന്ധത ബാധിച്ച ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിന് ഏറ്റവും വലിയ ശാപം. ഇതുപോലുള്ള നാറുകളെ ഇനി ഒരിക്കൽ പോലും ഈ ഒരു പ്രവൃത്തി ചെയ്യാൻ അനുവദിക്കരുത്. ഒരിക്കൽ പോലും. കാരണം അവൻ ഈ പരിപാടി വിട്ടിട്ട് വേറെ എന്തോ പോയിക്കോട്ടെ, കല്ലിൻ്റെ പണിക്കോ മരം വിട്ടിനോ എന്ത് വേണമെങ്കിലും പോയിക്കോട്ടെ, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഈ പരിശുദ്ധമായ ഗ്രന്ഥം കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് ഇത്രയും അപരാധിത്തരങ്ങൾ കാണിക്കുന്നവന്മാരെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത്. ഇതൊരു മതത്തിൻ്റെ കാര്യം മാത്രമല്ല, പാസ്റ്റർമാരുടെ കാര്യം മാത്രമല്ല, ഏതൊരുത്തനായാലും ജനങ്ങൾ അനുവദിക്കരുത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം കമൻറ്റ് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.